ഹലോ എന്താ നീ ഹലോ പറയാൻ ലേറ്റായി? ഓക്കെ. അപ്പം നമ്മളിന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായി. അപ്പം അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. എന്നാൽ മെയിൻലി നമ്മൾ BBA ആണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റീസിനും 4 year ആണ് BBA വരുന്നത്. ഇവിടെ മാത്രം 3 year BBA നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കിട്ടലാണ്. നാട്ടില് പോലും 4 years ആയി തുടങ്ങി ഇപ്പൊ BBA. അപ്പം ഇവിടെ 3 year BBA കംപ്ലീറ്റും ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു യൂറോപ്യൻ എക്സ്പോഷനും കിട്ടും. പിന്നെ പാർട്ട് ടൈംസ് ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി ഉള്ളിൽ കയറിയിട്ട് ഇതിനുള്ളിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ക്ലാസ് റൂംസും ലൈബ്രറി കാര്യങ്ങളൊക്കെ പോയിട്ട് കാണാം. കയറുമ്പോ തന്നെ അടിപൊളി. ക്ലാസ് റൂം കാണാൻ പോകാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ക്ലാസ് റൂം എങ്ങനെയാണ് കാണാം. ക്ലാസ് റൂമിൻ്റെ സ്ക്രീൻ ഉണ്ട്. ഒരു 40 സ്റ്റുഡൻസിനൊക്കെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റിയ ക്ലാസ് റൂമാണ്. Is that you can dissect everything in 3D. You can even see it with like blood circulating. It has so many options. It's a very high quality anatomical table that we have and that is used very often in many classes. Fitoman, can you switch on it? I'm not sure if സോ ഇവിടെ എക്സാംസ് നടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു വിഷ്വൽ കാണാം എങ്ങനെയാണ് ഇവിടെ എക്സാംസ് ഒക്കെ നടക്കണത് എന്നുള്ളത്. കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. How exams are going here? സോ ഇതാണ് ഇവിടുത്തെ ലൈബ്രറി വരുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ച് അടിപൊളിയാണ് ഇവിടുത്തെ ലൈബ്രറി. കാം ക്വൈറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്.
ഇതിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നൊരു സ്ഥലം. ഗുഡ്. സോ ഇതാണ് ഇവിടുത്തെ കോൺഫറൻസ് ഹാള്. അടിപൊളിയില്ലേ? ഇത് ഇവിടുത്തെ ഒരു മീറ്റിംഗ് റൂമാണ്. മിനി കോൺഫറൻസ് ഹാളാണിത്. clinicals? We have Another campus. another campus. For the clinical. Yeah, for the clinicals. Okay. So clinicals ഈ ഒരു ബിൽഡിങ്ങിലല്ല എന്നാണ് പറയുന്നത്. അതിന് സെപ്പറേറ്റ് ബ്ലോക്ക് ഉള്ളവർക്ക്. ഇത് യൂണിവേഴ്സിറ്റിൻ്റെ ടോപ്പ് ഫ്ലോർ എന്നുള്ള വ്യൂ ആണ്. Thank you for your cooperation. Bye. ഇങ്ങനെ നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്. നമ്മളും ഒരു 5-6 ദിവസം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ ലീവും കാര്യങ്ങളൊക്കെ ആയല്ലോ. നമ്മൾ ലൈക്ക് ഇവിടെ കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇവിടെ എവിടെ തിരിഞ്ഞാലും എനിക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് കാണാൻ പറ്റുന്നത്. ഇവർക്കൊക്കെ എക്സാംസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എക്സാമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഡിസ്കഷനിലാണ്. സോ ഇത് അവരുടെ ഫുട്ബോൾ കോർട്ടാണ്. പിന്നെ സ്റ്റുഡൻസിനൊക്കെ ഇരിക്കാൻ പറ്റിയ ചെയേഴ്സും കാര്യങ്ങളും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ പുറത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ BBA കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ ഡ്യൂറേഷൻ്റെ കാര്യം ഇവിടെ 3 year കൊണ്ട് നമുക്ക് BBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല കാര്യം. കാരണം യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ, കാരണം ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസും 4 year ആണ് BBA എടുക്കുന്നത്. ഇവരിവിടെ 3 year കൊണ്ട് BBA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ പെർ ഇയർ $4,000 USD ആണ് ഫീ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് മെയിൻലി നമ്മൾ പറയേണ്ടത് അതാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നമ്മളവിടെ അകത്ത് പോയിട്ട് കാര്യങ്ങൾ കാണാൻ നോക്കാൻ പോയപ്പോൾ അവർ നമ്മളായിട്ട് അത്രയും ഫ്രണ്ട്ലിയാണ്. കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ഒന്നാമത് നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആണ്. അപ്പോൾ നമ്മളോട് പോലെ പൊതുവേ അവർ അത്ര നന്നായിട്ട് ബിഹേവ് ചെയ്യാറില്ല ഇവിടുത്തെ ആൾക്കാർ. പക്ഷേ ഇവർ എനിക്ക് കമ്പാരിറ്റീവ്ലി ബാക്കി യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി നോക്കിയപ്പം ഇവരെനിക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തു. എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാനൊക്കെ അവർ ഇനിഷ്യേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ അത് മെയിൻലി പറയേണ്ട കാര്യമാണ്. പുതിയ ബിൽഡിംഗ് ആണ് ഇത് ഇവരുടെ. അപ്പോൾ പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ടെക്നോളജിക്കലി ആണെങ്കിലും ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ വെൽ ഡെവലപ്ഡ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കുറേ പേര് ബാംഗ്ലൂരും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഈ ജോർജിയ. കാരണം അവിടെ കൊടുക്കുന്ന സെയിം ഫീസ് തന്നെയാണ് ഏകദേശം ഇവിടെ വരുന്നതും. പിന്നെ പക്ഷേ ഇവിടെ എന്താ നമുക്കൊരു യൂറോപ്യൻ എക്സ്പോഷറും കിട്ടും. പിന്നെ പാർട്ട് ടൈം നമ്മൾ ഇന്ത്യയിൽ ഒരിക്കലും നമുക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ പാർട്ട് ടൈമും ഉണ്ട്. പിന്നെ ലാംഗ്വേജിന്റെ പ്രശ്നങ്ങളും ഇല്ല. ബാക്കിയുള്ള കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാംഗ്വേജ് പ്രശ്നം വരും. പിന്നെ ടൈം പീരീഡ് അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അങ്ങനത്തെ യാതൊരു പ്രോബ്ലംസും ഇല്ല. നമുക്ക് സുഖമായിട്ട് പാർട്ട് ടൈം ചെയ്യാം. നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് ക്ലാസ് ഒക്കെ എടുക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല BBA സ്റ്റുഡൻസിന് അതിന്റെ ആവശ്യം വരുന്നില്ല. നോട്ട് ഓൺലി BBA, ഇവിടെ MBBS ഉണ്ട്. ഇവിടെ കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ലൈക്ക് ഇവിടെ 6 years ആണ്. ഇവിടെ ഫീ വരുന്നത് ഒരു ഇയറിന് $5,000 USD ആണ്. നോട്ട് ബാഡ്. അതേപോലെ നമ്മൾ യൂണിവേഴ്സിറ്റി പേര് മാത്രം പറഞ്ഞില്ല. ഈസ്റ്റ് യൂറോപ്പ് യൂണിവേഴ്സിറ്റിന്റെ നെയിം വരുന്നത് ഈസ്റ്റ് യൂറോപ്പ് ആണ്. അതായത് ഇവിടെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയും കൂടെ ഉണ്ട്. അതല്ല, ഈസ്റ്റ് യൂറോപ്പ് ആണ്. പിന്നെ ഫീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി യൂണിവേഴ്സിറ്റീസ് വെച്ച് നോക്കുമ്പോൾ നല്ല അഫോർഡബിൾ ആണ്. കാരണം മറ്റേ യൂണിവേഴ്സിറ്റി 5,500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5,000 ആണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിന്റെ ഫീ വരുന്നത്. അതേപോലെ ക്ലാസ് റൂംസ് ഒക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. അടിപൊളി നമ്മൾ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് ഇവര് അനാട്ടമി ഈ വീഡിയോയിൽ മെയിൻലി പറയേണ്ടത് അനാട്ടമി ലൈക്ക് അവർ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അതും ഒരു പുതിയ ടെക്നോളജി ഒക്കെ വെച്ചിട്ട് 3D പറഞ്ഞവർക്ക് ലൈക്ക് 3D വിഷ്വൽസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതായത് സ്റ്റുഡൻസിന് അപ്പോൾ അത്രയും ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ കാണാം. ഇവിടെ കടാവറില്ല. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവർ 3D മോഡലിൽ നമുക്ക് കാര്യങ്ങളെല്ലാം കാണിച്ചെന്ന് ലൈക്ക് സ്റ്റുഡൻസിന് ഒന്നും കൂടി എല്ലാം ഡീപ്പായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ക്ലാസ് റൂംസ് ഒക്കെ
റിട്ടേണിന് വേറെ സെക്ഷൻ ഉണ്ട്. പിന്നെ എന്തൊക്കെയാ യാ അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഉള്ളൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. പിന്നെ ഇവർക്ക് ഇത് മാത്രമല്ല ഒരു ബ്ലോക്കും കൂടെ ഉണ്ട്. അത് ഇവരുടെ ക്ലിനിക്കൽസ് നടത്തുന്ന ബ്ലോക്കാണ്. ഇവിടെ അവരുടെ ക്ലിനിക്കൽസ് ഇല്ല, ലൈക്ക് അനാട്ടമി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ക്ലിനിക്കൽസിന് വേറെ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ട്. സോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് us. ഓക്കെ, നമ്മൾ നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. So it's a bye from Nanskar. Bye. ബൈ.